നമസ്കാരം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. നമസ്കാരം. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നല്ല സുഖം. രാവിലെ നടക്കാൻ ഭാവിച്ചപ്പോഴാണ് നിങ്ങളുടെ ആളുകൾ വന്നത്. അതുപോലെ നടക്കാൻ പോകുന്ന വേഷത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ദിവസം അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നു. വി ഡി സതീശനൊക്കെ പെട്ടെന്ന് പ്രതികരിക്കാനൊക്കെ വരുന്നത് കണ്ടു കാണുമല്ലോ അല്ലേ? കണ്ടു കാണും. പറഞ്ഞതല്ല പറയണത്, പറയാത്ത കാര്യമാണ് പുള്ളി പറയണോണ്ടിരിക്കുന്നത്. ഒരു കുറ്റബോധം മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. കുറ്റബോധം അല്ലാതെ വേട്ടയാടുന്നുണ്ടോ വി ഡി സതീശനെ? എല്ലാവരും എത്രയോ കോൺഗ്രസ്സുകാർ എനിക്ക് പുള്ളി പറഞ്ഞ പഴയ കാര്യങ്ങളെല്ലാം എനിക്ക് ഇട്ടു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ അവക്കമായ പ്രസ്താവനകളും അവരുടെ അതിനുള്ള വിദ്വേഷങ്ങളും പല കോൺഗ്രസ് ഉന്നത നേതാക്കന്മാര് എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞതിനെ അഭിനന്ദിച്ചുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങ് പറഞ്ഞത് പൂർണ്ണമായ ബോധ്യത്തോടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു പക്വതയോടെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വി ഡി സതീശന് കഴിയുന്നില്ല. അതല്ലേ അങ്ങയുടെ വിമർശനത്തിന്റെ ഒരു കാതൽ? അതെ, സത്യമായിട്ടും അതാണ്. കാരണം രാഷ്ട്രീയത്തിൽ പൊതുപ്രവർത്തനായി വരുന്ന ആരായാലും അവരെല്ലാം കുറെ പക്വതയും മാന്യതയും അതുപോലെ അനുയായികളെ കൂടുതൽ സൃഷ്ടിക്കാൻ സാധിക്കുന്ന അവനാണ് നേതാവ്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനുയായികളെയല്ല ഗ്രൂപ്പിനെ സൃഷ്ടിക്കാനാണ് ഇവിടെ സാധിച്ചത്. അപ്പോൾ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിപക്ഷ നേതാവായി എന്നുള്ളത് കൊണ്ട് ആരെപ്പറ്റി എന്തും പറഞ്ഞു കളഞ്ഞ് അങ്ങനെ അതിലൂടെ പ്രമാണിയാകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വെറും പ്രാണിയായി മാറി എന്നുള്ളതാണ് നേര്. അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ഒരു വലയം, അത് മാത്രമാണോ അദ്ദേഹത്തിന്റെ ശ്രദ്ധ? കുറ്റം മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ് പത്രങ്ങളിൽ ഹെഡിങ് വാങ്ങിച്ച് പ്രമാണിയാകുന്നു. പറയുന്നത് എന്താണെന്നും അതിന്റെ റിയാക്ഷൻ എന്താണെന്നും മനസ്സിലാക്കാതെ എവിടെ എന്തെല്ലാം വെറുപ്പുണ്ടോ സമൂഹത്തിൽ അത് നാക്കുകൊണ്ട് വിലക്ക് മേടിക്കുന്ന ഒരാളാണ് ഞാൻ. കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് 58 വയസ്സുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് ആളുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, അടുത്തിട്ടുണ്ട്. പലരുമായിട്ട് അടുക്കുകയും അതുപോലെ തന്നെ ശണ്ടയും പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരം തറ വർത്തമാനം പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഓരോ ഗാന്ധിയനാണെന്ന് പറയുകയും ആരോടും ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ഏത് തറ പറയാനും യാതൊരു മടിയില്ലാത്ത ഒരു തറ നേതാവെന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. വി ഡി സതീശൻ പറഞ്ഞത്, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്താണെന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് പ്രതികരിക്കാം. താങ്കൾ എന്തോ രാഷ്ട്രീയ ഉദ്ദേശ്യം വെച്ച് വിമർശിക്കുന്നു എന്ന രീതിയിലൊരു ആഖ്യാനമാണ് അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അദ്ദേഹത്തിന് സൗകര്യം പോലെ വാക്ക് മാറിയും മറിഞ്ഞും പറയുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരു സമുദായ നേതാക്കന്മാരുടെയും മത നേതാക്കന്മാരുടെയും തിണ്ണ നിരങ്ങുന്നതിനല്ലെന്നുള്ള പറഞ്ഞത് ഇന്നും നിങ്ങൾ ക്ലിപ്പായിട്ട് ഇന്നും ആളുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആളുകൾ എവിടെ എല്ലാം കയറി മത നേതാക്കന്മാരും സമുദായ നേതാക്കന്മാരുടെയും എല്ലാം തിണ്ണ നിരങ്ങുകയും ബിഷപ്പ് പാലസ് എല്ലാം കയറി ഇറങ്ങിയില്ലേ? അദ്ദേഹം പറയുന്നതും പറച്ചിലും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടാ? മാത്രമല്ല, അദ്ദേഹം ഇപ്പൊ വ്യാഖ്യാനിച്ച് പറയണത് ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വരുമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനെന്ന് പറയണത്. അങ്ങനെ ഉദ്ദേശമല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വരുമെന്നുള്ള എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. കാരണം ഇദ്ദേഹത്തെ കൂട്ടുള്ള ആളുകളെ നേതാവായിട്ട് നിൽക്കുന്നിടത്തോളം കാലം കോൺഗ്രസിന് ആസന്ന ഭാവിയിലൊന്നും കേരളത്തിൽ ഭരിക്കാനൊരു അവസരം ഉണ്ടാകുകയല്ല, ഉണ്ടാക്കി കൊടുക്കുകയല്ല ഇവർ. ഇപ്പൊ തന്നെ എത്ര പേരാണ് മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നത്? 4-5 പേരാണ് മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവിടെ നേതാവുണ്ടോ കോൺഗ്രസിനകത്ത്? അതായത് എല്ലാം വെളിച്ചപ്പാടായിട്ട് നടക്കുകയല്ലേ, ആരോട് എന്ത് ധിക്കാരവും. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടുമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരുപാട് പേർ മത്സരിക്കുന്ന ഒരു കാഴ്ചയാണോ കാണുന്നത്? ആരൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായിട്ട് രംഗത്തുള്ളത് താങ്കൾ കാണുന്നത്? ഞാൻ കാണുന്നത് ഇപ്പോ രമേശ് ചെന്നിത്തല, അതോടൊപ്പം തന്നെ മുരളി, സതീശൻ, പിന്നെ പറയാനാണ് ഇനിയും ഉണ്ടല്ലോ ആള്, പിന്നെ വേണുഗോപാല്, അങ്ങനെ 4-5 പേരുണ്ട്. അവരുടെ എല്ലാം ഗ്രൂപ്പ് ഇവിടെ നിൽക്കുകയല്ലേ. അപ്പോ ഈ പഴയ നേരത്തെ നമ്മൾ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, വ്യക്തികളുടെ ഗ്രൂപ്പുകളാണല്ലേ കോൺഗ്രസിൽ? അതെ, പണ്ട് എ ഐ ഗ്രൂപ്പ് അങ്ങനെ 2 ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ.
അത് നമുക്ക് മനസ്സിലാകുമായിരുന്നു. ഇപ്പോൾ വ്യക്തിയുടെ ഗ്രൂപ്പുകളാണ്. അത് 4-5 മന്ത്രിമാരാകാൻ, മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിനകത്ത് 4-5 പേരുകൾ ഗ്രൂപ്പുകളായി സൃഷ്ടിച്ചുകൊണ്ട് ഈ കോൺഗ്രസിനെ കണ്ടം തുണ്ടമായി മുറിച്ചുകൊണ്ട് അത് മുമ്പോട്ട് പോവുകയാണ്. അതിൽ ഓരോരുത്തരും അവരുടേതായ തുരുത്തുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും ഉപരിയെന്നും ഉള്ള അഹങ്കാരത്തോടുകൂടി അദ്ദേഹത്തിന്റെ സംസാരം കേട്ടു. കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം അഹങ്കാരത്തോടുകൂടി സംസാരിക്കുന്ന വി ഡി സതീശനെ കൊണ്ട് ആരെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിനെ തിരുത്താൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്ക് പോലും സാധിക്കുന്നില്ലല്ലോ. അതൊരു ഗതികേടല്ലേ? ഒരു കോൺഗ്രസിനെ പറ്റിയ ഒരു ഗതികേട്, ഇങ്ങനൊരു ഗതികേട്, ഒരു നേതാവിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ഗതികേട് ഈ വർത്തമാന കാലത്തൊന്നും അടുത്ത കാലത്തൊന്നും കോൺഗ്രസിനകത്തുണ്ടായിട്ടില്ല. ഇത് എന്ത് പറഞ്ഞാൽ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരായിരിക്കും അടുത്ത മിനിറ്റിൽ വി ഡി സതീശൻ പറയുന്നത്. അങ്ങനെ എതിര് പറഞ്ഞ് സ്വന്തം അണികൾക്ക് എതിരായി പറഞ്ഞ്, അല്ലെങ്കിൽ KPCC പ്രസിഡന്റോ മറ്റു നേതാക്കന്മാരോ പറയുന്ന എതിരായി പറഞ്ഞുകൊണ്ട് പുള്ളി സർവജ്ഞനായി മാറാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ പത്രത്തിലെല്ലാം ന്യൂസ് വരാം, TV-കളിലെല്ലാം കാണിക്കാം. പക്ഷെ അത് രാഷ്ട്രീയമായും വ്യക്തിപരമായും അദ്ദേഹം സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയും അത് മനസ്സിലാക്കാനുള്ള വിവേകബുദ്ധിയോ അദ്ദേഹത്തിന് കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.